കാളിയാർ പുഴയുടെ തീരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ 18,40,000 രൂപ അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. ആയവന ഗ്രാമപഞ്ചായത്തിലെ പുന്നമറ്റം ഭാഗത്തെ കാളിയാർ പുഴയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആയവന ഗ്രാമപഞ്ചായത്തിലെ പുന്നമറ്റം ഭാഗത്തെ കാളിയാർ പുഴയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി 18,40,000 രൂപ അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാളിയാർ പുഴയുടെ തീരത്തെ നിലവിലുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം തകർന്നതായും സമീപത്തെ TK സിയാദ് എന്ന വ്യക്തിയുടെ വീട് നിർമ്മാണ സ്ഥലത്തിന് മണ്ണിടിച്ചിൽ മൂലം അപകട സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഇവിടെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനായി തുക അനുവദിച്ചത്. പുഴയിലെ മൺസൂൺ കാലത്തെ ശക്തമായ നീരൊഴുക്ക് മൂലം തീരത്ത് മണ്ണൊലിപ്പും കരയിടിച്ചിലും തുടരുന്നതിനാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ MLA വിഷയത്തിൽ ഇടപെട്ടത്. കഴിഞ്ഞ വെള്ളപ്പൊക്കവും വലിയ മഴയും ഉണ്ടായപ്പോൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ തൊട്ട് പിൻഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു പോവുകയും തൊട്ടപ്പുറം ഇപ്പുറയുമുള്ള വീടുകളൊക്കെ സമാനമായ നിലയിൽ അപകട നിലയിലാണ് എന്നതുകൊണ്ടാണ് ഇവ സ്ഥലം കണ്ട് മനസ്സിലാക്കി സന്ദർശിച്ചപ്പോൾ ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടേണ്ടത് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇറിഗേഷനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കളക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ നമ്മൾ എൻ്റെ പേരിലൊരു നിവേദനം സമർപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം എന്ന നിലയിൽ ഇവിടുത്തെ ഈ അടിയന്തര അവസ്ഥ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ അടിയന്തരമായ ഒരു സുരക്ഷാ നടപടി സ്വീകരിക്കുന്നതിന് 18 ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തീർക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പണം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾക്ക് കഴിയുന്നത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നത്. അതുമായി മുമ്പോട്ട് പോകും. സംരക്ഷണ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം സമീപത്തെ വീടുകൾക്കും പ്രദേശവാസികളുടെ ജീവനും സ്വത്തുക്കൾക്കും നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഡിസാസ്റ്റർ റിലീഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിയന്തര സംരക്ഷണ പ്രവൃത്തി നടപ്പിലാക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. പ്രദേശവാസികൾ നൽകിയ നിവേദനത്തെ തുടർന്ന് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ആയവന ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രമേയവും പാസാക്കി. 3 മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനാണ് എസ്റ്റിമേറ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. മഴവെള്ളം പുഴയിലേക്ക് സുഗമമായി ഒഴുകിപ്പോകുന്ന രീതിയിലായിരിക്കും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. സ്ഥലത്തിന്റെ അപ്രാപ്യതയും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും പരിഗണിച്ചാണ് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനമായത്. പുഴയുടെ തുടർന്നുള്ള കരയിടിച്ചിൽ തടയുന്നതിനും സമീപത്തെ വീടുകളും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുഴയിലേക്ക് എത്തിച്ചേരുന്ന കാളിയാർ പുഴയിൽ മൺസൂൺ സീസണിൽ ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ പാർശ്വഭാഗങ്ങളിൽ പലയിടത്തും കനത്ത രീതിയിൽ മണ്ണൊലിപ്പുണ്ടാകാറുള്ളതും നിലവിലെ സംരക്ഷണ ഭിത്തികളുടെ ഉറപ്പിന് തന്നെ ഗുരുതര ഭീഷണി ഉണ്ടാക്കാറുള്ളതുമാണ്. ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതോടെ ഈ പ്രദേശത്തെ ഭാഗം സുരക്ഷിതമാകും. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.